ആലപ്പുഴയിലെ കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് പറയുന്നു, ബി ഗോപാലകൃഷ്ണൻ പറയുന്നു. പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഞങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഞങ്ങൾക്കുള്ള മതിപ്പിനെക്കുറിച്ച് എന്ന് വെച്ചാൽ ഏതോ ഒരു സിനാരിയോ അഡ്വാൻസ് ചെയ്യുകയാണ് പ്രതിപക്ഷ നേതാവ് എന്ന് തോന്നിക്കും വിധത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഈ പുകഴ്വാചകങ്ങൾ ഇങ്ങനെ ചൊരിയുന്നത്. പാതി BJP മനസ്സുള്ള ആളാണെന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി സുധാകരനെ കുറിച്ച് എന്ന് പറയുകയാണ് ബി ഗോപാലകൃഷ്ണൻ. കാരണം ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എടുക്കുന്നു, വിളിച്ചപ്പോൾ ഞങ്ങളോട് വരാൻ പറഞ്ഞു, കാണാൻ പറഞ്ഞു, ഈ തരത്തിലുള്ള വലിയ പുകയും പടലവും ഉണ്ടാകുന്ന ഉറപ്പുണ്ടായിട്ട് കൂടി വരൂ കണ്ടോളൂ എന്ന് സുധാകരൻ പറയുകയാണ്. അപ്പോൾ സുധാകരനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ അവ്യക്തതകളുടെ പുകപഠനങ്ങൾ ഉയർന്ന് പൊന്തി നിൽക്കുന്നുണ്ടോ ആലപ്പുഴയിൽ ഷൈജു? നിഷാദെ, സുധാകരൻ എന്ന CPM നേതാവിനെ നമുക്കറിയാം. സുധാകരൻ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ജീവിതം നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുത്തുകൊണ്ടാണ് ഈ പാർട്ടിയോട് ചേരുന്നത്. 63-ലാണ് അദ്ദേഹം 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അംഗത്വം എടുക്കുന്നത്. അതിനുശേഷം പിളർപ്പ് ശേഷം CPM-നോടൊപ്പം നിന്നാണ്. പലപ്പോഴും CPM-ൽ ചേർന്ന് നിൽക്കുന്ന സമയത്ത് നേതൃത്വത്തെ അദ്ദേഹം വിമർശിക്കാറുണ്ട്. മന്ത്രിയായിരിക്കുന്ന സമയത്ത് പോലും വിമർശനങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട്. പക്ഷേ KC വേണുഗോപാലുമായി ഉണ്ടായ ഒരു സന്ദർശനത്തിന്റെ പേരിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് അല്ലെങ്കിൽ CPM വിട്ട് മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് പോകും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇന്നും ഞാൻ അദ്ദേഹവുമായി ഏതാണ്ട് ദീർഘനേരം സംസാരിച്ചാണ്, നേരിട്ട് കണ്ട് സംസാരിച്ചാണ്. അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിക്കാൻ ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തതാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് സൗഹൃദത്തിന്റെ ഒരു സന്ദർശനം തന്നെയാണ് അദ്ദേഹം അതിൽ കണ്ടത്. പക്ഷേ നേരത്തെ സെയ്ഫ് പറഞ്ഞൊരു കാര്യം ഒരു പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാഷ്ട്രീയ വിവാദങ്ങൾക്കകത്ത് ലാഭമുണ്ടാക്കുക എന്നതാണ്. ആ ലാഭത്തിന്റെ ഒരു വിഹിതം കൈപ്പറ്റുന്നതിന് ഒരു പക്ഷേ കോൺഗ്രസ് ഈ KC വേണുഗോപാലിന്റെ സന്ദർശനം വഴിവെച്ച എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. ആ ഒരു ലാഭം കോൺഗ്രസ് ആഗ്രഹിച്ചിട്ടുമുണ്ട്, ലക്ഷ്യം വെച്ചിട്ടുമുണ്ടാവാം. പക്ഷേ ഈ സുധാകരനെ പോലെ ഒരാൾ പെട്ടെന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോകും എന്ന ഒരു ധാരണ വേണ്ടതില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അത്തരത്തിലാണ് അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും ഒക്കെ ഉള്ളത്. അദ്ദേഹം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പ്രതികരിക്കുകയും ചെയ്തത്. ഗോപാലകൃഷ്ണന്റെ സംസാരത്തെക്കുറിച്ചും നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, വളരെ നാളുകൾക്ക് മുമ്പ് തന്റെ വീട്ടിൽ വന്ന ഒരാളാണ് അദ്ദേഹം. തന്റെ ഭാര്യയുമായി സംസാരിച്ചു എന്നതൊക്കെ ശരിയാണ്. അത് പല ആളുകളും തന്റെ വീട്ടിൽ വരുന്നതിന്റെ ഭാഗമാണ്. അദ്ദേഹം അതിനൊരു ഉദാഹരണമായി പറഞ്ഞത് BJP-യുടെ ചില പ്രാദേശിക നേതാക്കൾ ഇവിടെ ഞാനുമായി എത്ര കാലമായി അടുപ്പമുണ്ട്, ഈ കഴിഞ്ഞ ആഴ്ചയും ഇവിടെ വന്നു, ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ 2-3 തവണയൊക്കെ വന്നു പോകുന്ന ആളുകളുണ്ട്. അങ്ങനെ പല അർത്ഥത്തിൽ താൻ പ്രാദേശികമായും അല്ലാതെയും ഒക്കെ പുലർത്തുന്ന സൗഹൃദങ്ങളുടെ ഭാഗമായിട്ടാണ് വരുന്നത്. തന്നെ പോലൊരാൾ മറ്റൊരു പാർട്ടിയിലേക്ക് പോകും എന്ന് പറയുന്നത് എന്ത് ധൈര്യത്തിലാണ് എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശൈലിയാണ്. KV തോമസ് പ്രതികരിച്ചതിനെ കുറിച്ച് പോലും തന്നെ ചൂണ്ടയിടാൻ വന്നയാളാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് മാറുന്നു എന്ന കാര്യത്തിൽ വരെ അദ്ദേഹം വലിയ അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അത്തരത്തിലൊരാളായി തന്നെ ചിത്രീകരിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം അദ്ദേഹം ഉന്നയിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് നേരത്തെ പലരും പറയുന്നത് പോലെ ആലപ്പുഴയിൽ നിലനിൽക്കുന്ന പ്രാദേശികമായ ചില പ്രശ്നങ്ങൾ ആണ്. അദ്ദേഹം സംസ്ഥാന നേതൃത്വവുമായി നല്ല ബന്ധം പുലർത്തുന്നു. ഇന്നലെയും അദ്ദേഹത്തെ സംസ്ഥാന നേതാക്കൾ പലരും വിളിക്കുകയും ഇക്കാര്യത്തിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അദ്ദേഹത്തോട് പ്രാദേശികമായി നിലനിൽക്കുന്ന കാര്യങ്ങളിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സുധാകരൻ പോലൊരാളെ കുറിച്ച് അങ്ങനെ പറയുന്നതിൽ അതിശയോക്തി ഉണ്ടാകുന്നു. ഇപ്പോഴത്തെ സുധാകരൻ ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകാനുള്ള ശ്രമവും നീക്കവും നടത്തുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഒരു ഇൻപുട്സും ഇപ്പൊ ഇല്ല. അങ്ങനെ വിചാരിക്കാൻ, അങ്ങനെ അനലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവക്ഷയ്ക്കുള്ള സാഹചര്യം പോലും ഇല്ല എന്നാണ് ആലപ്പുഴയിൽ നിന്ന് ഷൈജു റിപ്പോർട്ട് ചെയ്യുന്നത്.